മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വചനദാഹമുള്ള മക്കളെ, ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഓർക്കുകയാണ്. നമ്മുടെ ഈ സമൂഹം അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലൂടെ, നമ്മിലൂടെ ദൈവത്തിൻ്റെ വചനം അനേകം മക്കളിലേക്ക് എത്തുന്നതിനെ ഓർത്ത് ഈശോ എന്തുമാത്രമാണ് സന്തോഷിക്കുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള രോഗപീഠകളുള്ളവരുണ്ടാകാം. പല വിധത്തിലുള്ള നിയോഗങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രയർ ലൈനിൽ നമ്മൾ സംബന്ധിക്കുന്ന അച്ഛന് വളരെ നന്നായിട്ടറിയാം. നിൻ്റെ നിയോഗം എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിനത് സാധിപ്പിച്ചു തരാൻ സാധിക്കും. ഇതാ ഇന്ന് ഈശോ നമുക്ക് തരുന്ന വചനം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് കൊടുക്കും. മകളെ, മാപ്പ് നൽകി സുഖപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. തളർവാദം പിടിപെട്ട് ആരോ കിടക്കുന്നുണ്ട്. അവിടെ സവിധത്തിലേക്ക് വചനം കേൾക്കുമ്പോൾ തന്നെ ഈശോ തലയ്ക്കാൻ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപബന്ധനങ്ങളെ ഓർത്ത് എന്നെ കർത്താവ് കാണുകയില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സ് നിരാശയോടെ നിൽക്കുന്നവരുടെ പക്കലേക്ക് ഈശോ വന്ന് മാപ്പ് നൽകി സൗഖ്യം നൽകുന്നൊരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്. മകളെ, നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. സംശയം കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. ചില നിയോഗങ്ങൾ വെച്ച് ഈ പ്രയർ ലൈനിൽ 21, 33, 45 ദിവസങ്ങളൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. മകളെ, ഈശോ നിന്നെ വിളിക്കുകയാണ്. മോനെ, മോളെ, നീ എന്ത് നിയോഗം വെച്ച് പ്രയർ ലിങ്കിൽ സംബന്ധിക്കുന്നുവോ അത് കിട്ടിക്കഴിഞ്ഞു എന്ന് കർത്താവ് സാങ്ഷനാക്കി എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ അതിൽ സംബന്ധിക്കണം. നമുക്കറിയാമല്ലോ, ഇന്ധനം കുറവുള്ള വണ്ടിക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രാർത്ഥന നിർത്തരുത്. ദൈവവചനം ശ്രവിക്കുന്നതിൽ അല്പം പോലും മടി കാണിക്കേണ്ട. കർത്താവ് തരും. ഒരിക്കലും നിർത്തിവെക്കരുത്. ഇനി കിട്ടിയില്ല എങ്കിലും ഞാൻ കർത്താവിനോട് വിശ്വസ്തനായിരിക്കും. ഇവിടെയാണ് യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യത്വം വളരുന്നത്. മടുക്കരുത് കേട്ടോ, പരിശ്രമം നിർത്തിവെക്കരുത്. ഇതാ കർത്താവിൻ്റെ വചനം ആവർത്തിച്ച് പറഞ്ഞ് വലിയ സൗഖ്യവും വലിയ വിടുതലും നേടട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഏതോ തളർവാദ രോഗിയുടെ അടുക്കലേക്ക്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന മക്കളുടെ അടുത്തേക്ക് കർത്താവ് അതിവേഗത്തിൽ ഇവിടുന്ന് കടന്നു വരുന്നുണ്ട്. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.